നമസ്കാരം സുഹൃത്തുക്കളെ. ഏതെങ്കിലും ജീവികളുടെയൊക്കെ കൂട്ടത്തെ ഓരോ പ്രത്യേക പേരുകൾ പറയാറുണ്ട്. ഗ്രൂപ്പ് എന്ന വാക്കാണ് കൂട്ടം എന്നതിന് തുല്യമായി ഇംഗ്ലീഷിലുള്ളത്. എന്നാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ, ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേര് തന്നെയുണ്ട്, ക്രൗഡ്, ആൾക്കൂട്ടം. ഇതേപോലെ മറ്റു ചില വാക്കുകൾക്കും അവയുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരുകളുണ്ട്. അതിൽ ചിലത് നമുക്കിന്ന് പഠിക്കാം. സം കളക്റ്റീവ് നൗൺസ്, കൂട്ടമായിട്ട് വരുന്നതിന് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്, സമൂഹനാമങ്ങൾ. എ ഗ്രൂപ്പ് ഓഫ് കൗസ് ഈസ് കോൾഡ് എ ഹേർഡ്, പശുക്കളുടെ കൂട്ടത്തെ ഹേർഡ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്, ചെമ്മരിയാടുകളുടെ കൂട്ടത്തെ ഫ്ലോക്ക് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൂട്ടത്തെയും കോമൺ ആയിട്ട് പൊതുവെ ഫ്ലോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. എന്നാൽ ചില പ്രത്യേക പക്ഷികൾക്ക് അവയുടെ കൂട്ടത്തിന് വേറെ പേര് തന്നെയുണ്ട്. എക്സാമ്പിൾസ് പറഞ്ഞാൽ, എ ഗ്രൂപ്പ് ഓഫ് ക്രോസ്, കാക്കകളുടെ കൂട്ടത്തെ മേർഡർ എന്ന് പറയും. മേർഡർ ഓഫ് ക്രോസ്, കാക്കകളുടെ കൂട്ടം. എ ഡാഷ് ഓഫ് ഔൾസ്, മൂങ്ങകളുടെ കൂട്ടത്തെ പാർലമെന്റ് എന്ന് പറയും. എ പാർലമെന്റ് ഓഫ് ഔൾസ്. എ ഡാഷ് ഓഫ് സ്വാൻസ്, അരയന്നങ്ങൾ, അരയന്നങ്ങളുടെ കൂട്ടത്തെ ബെവി എന്ന് പറയും. എ ഡാഷ് ഓഫ് ഗീസ്, വാത്തകളുടെ കൂട്ടത്തെ ഗാഗിൾ എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ്, കഴുകന്മാരുടെ കൂട്ടത്തെ കോൺവോക്കേഷൻ എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് വൂൾസ്, ചെന്നായ്ക്കളുടെ കൂട്ടത്തെ പാക്ക് എന്ന് പറയും. എ പാക്ക് ഓഫ് വൂൾസ്. ലയൺസ്, സിംഹങ്ങളുടെ കൂട്ടത്തെ പ്രൈഡ് എന്ന് പറയും. എ പ്രൈഡ് ഓഫ് ലയൺസ്. ഫിഷ്, മീനുകളുടെ കൂട്ടത്തെ സ്കൂൾ എന്ന് പറയും. എ സ്കൂൾ ഓഫ് ഫിഷ്. ഉറുമ്പുകളുടെ കൂട്ടത്തെ കോളനി എന്ന് പറയും. എ കോളനി ഓഫ് ആൻസ്. ബീസ്, തേനീച്ചകളുടെ കൂട്ടത്തെ സ്വാം എന്ന് പറയും. എ സ്വാം ഓഫ് ബീസ്. പപ്പീസ്, പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തെ ലിറ്റർ എന്ന് പറയും. LITTER, ലിറ്റർ. എ ലിറ്റർ ഓഫ് പപ്പീസ്. പാലൊക്കെ അളക്കുന്ന ലിറ്റർ ഉണ്ട്, അളവ് പാത്രം, അത് വേറെയാണ്. അതിൻ്റെ സ്പെല്ലിംഗ് LITRE, ലിറ്റർ ആണ്. ഇത് പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തെ LITTER, ലിറ്റർ എന്ന് പറയും. മങ്കീസ്, കുരങ്ങന്മാരുടെ കൂട്ടത്തെ ട്രൂപ്പ് എന്ന് പറയും. എ ട്രൂപ്പ് ഓഫ് മങ്കീസ്.